കേരളപ്പിറവി ദിനം. ഹരിതമനോഹരമായ നമ്മുടെ കൊച്ചു കേരളത്തിന് ഇന്നേക്ക് 64 വയസ്സ് തികയുന്നു. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായത്. ഇതിന്റെ ഓർമ്മക്കാണ് നാം കേരളപ്പിറവി ദിനം ആഘോഷിക്കുന്നത്. കേരളം എന്ന പേര് ലഭിച്ചതിനു പിന്നിൽ നിരവധി ഐതിഹ്യങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തെങ്ങുകൾ ധാരാളമായി കാണുന്നത് കൊണ്ട് കേരം തിങ്ങും നാട് ക്രമേണ കേരളമായി മാറി എന്നതാണ്. കിഴക്ക് സഹ്യപർവ്വതവും പടിഞ്ഞാറ് അറബിക്കടലുമാണ് അതിരിടുന്നത്. തമിഴ്നാടും കർണാടകയും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളാണ്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങൾ കൂടിച്ചേർന്നാണ് നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടത്. തുടക്കത്തിൽ 5 ജില്ലകളാണുണ്ടായിരുന്നതെങ്കിലും ക്രമേണ 14 ജില്ലകളായി വിഭജിച്ചു. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഔദ്യോഗിക വൃക്ഷം തെങ്ങും ഔദ്യോഗിക മൃഗം ആനയുമാണ്. കണിക്കൊന്ന ഔദ്യോഗിക പുഷ്പവും മലമുഴക്കി വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയുമാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും നാം ഏറെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ COVID-19 മഹാമാരി ലോകം മുഴുവൻ സംഹാര താണ്ഡവമാടുമ്പോൾ നമുക്കേറെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്. എല്ലാ മതസ്ഥരും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ സാഹോദര്യത്തിൽ ജീവിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം നിലവിൽ വന്ന് 64 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.